ഒരു ബാഗിൻ്റെ വാങ്ങിയ വില 240 രൂപയാണ്. അത് വിൽക്കുമ്പോൾ 20% ലാഭം കിട്ടുന്നുവെങ്കിൽ വിൽപ്പന വില എത്ര? ഇവിടെ 240 രൂപയ്ക്ക് വാങ്ങിയ ഒരു ബാഗ് 20% ലാഭം കിട്ടുന്ന രീതിയിൽ വിൽക്കുന്നു. അങ്ങനെയെങ്കിൽ വിൽപ്പന വില എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 20% ലാഭം കിട്ടണമെങ്കിൽ 240ൻ്റെ കൂടെ അതിൻ്റെ 20% കൂടെ കൂട്ടി വിൽക്കണം. അപ്പോൾ 240ൻ്റെ 20% കാണാൻ എന്ത് ചെയ്യണം? 240 ഗുണം 100ൽ 20. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 24 ഗുണം 2 48. അപ്പോൾ 48 രൂപയാണ് ലാഭം. അപ്പോൾ വാങ്ങിയ വിലയായ 240ൻ്റെ കൂടെ ലാഭമായ 48ഉം കൂടെ കൂട്ടിയാൽ വിൽപ്പന വില കിട്ടും. 240ഉം 48ഉം 288 രൂപയാണ് വിൽപ്പന വില. ശരി ഉത്തരം ഓപ്ഷൻ ഡി. വാർഷിക സാധാരണ പലിശ രീതിയിൽ ഒരു തുക 20 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എങ്കിൽ പലിശ നിരക്ക് എത്ര? ഇവിടെ സാധാരണ പലിശ രീതിയിൽ ഒരു തുക 20 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് പലിശ നിരക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ പലിശ രീതിയിൽ ഒരു തുക ഇരട്ടിയാകാൻ വേണ്ട വർഷങ്ങളുടെ എണ്ണം ഉണ്ടെങ്കിൽ പലിശ നിരക്ക് കിട്ടാനായിട്ട് 100നെ ഈ വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് പലിശ നിരക്ക് കിട്ടാൻ 100നെ 20 കൊണ്ട് ഹരിക്കുക. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 10/2 5. അതായത് 5% പലിശ നിരക്ക്. ശരി ഉത്തരം ഓപ്ഷൻ സി. A/B = 7:9, B/C = 5:7 ആയാൽ A/C എത്ര? ഇവിടെ A/B = 7:9 എന്നും B/C = 5:7 എന്നും നൽകിയിട്ടുണ്ട്. നമുക്ക് A/C കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് അംശബന്ധങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്നത് ബി ആണ്. നോക്കുക, ബിയെ സൂചിപ്പിക്കുന്ന സംഖ്യ ഇവിടെ 9ഉം ഇവിടെ 5ഉമാണ്. നമുക്ക് ഈ രണ്ടിടത്തും ഒരേ സംഖ്യ വരുന്ന രീതിയിൽ ഇതിനെ രണ്ടിനെയും മാറ്റി എഴുതണം. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 5 കൊണ്ട് ഇവിടുത്തെ രണ്ട് സംഖ്യകളെയും ഗുണിക്കുക. 5 7 35 5 9 45. അതുപോലെ 9 കൊണ്ട് ഈ രണ്ടാമത്തെ അംശബന്ധത്തിലെ രണ്ട് സംഖ്യകളെയും ഗുണിക്കുക. 9 45 9 7 63. ഇപ്പോൾ നോക്കുക, ബിയെ സൂചിപ്പിക്കുന്ന സംഖ്യ രണ്ടിടത്ത് സെയിം ആയി. അപ്പോൾ A/C നമുക്ക് ഡയറക്റ്റ് എഴുതാം. 35:63 ആവും. 35:63. നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഉത്തരത്തിൽ ഇങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇതിന് കോമൺ ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്യണം. നോക്കുക, 35 63 7ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് രണ്ടിനെ ഈ 7 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. സമം 35നെ 7 കൊണ്ട് ഹരിച്ചാൽ 5, 63നെ 7 കൊണ്ട് ഹരിച്ചാൽ 9. അപ്പോൾ 5:9 ആണ് ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ എ. 1 - 5-1 ഇൻറ്റു 1 - 6-1 ഇൻറ്റു 1 - 7-1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 - 100-1 സമം ഡാഷ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഓരോ ബ്രാക്കറ്റിലും ഉള്ളത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റ് നോക്കുക, 1 - 5-1 ആണ്. അപ്പോൾ 1ൽ നിന്ന് ഒരു ഭിന്നസംഖ്യ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബ്രാക്കറ്റിലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 1ൽ നിന്ന് ഒരു ഭിന്നസംഖ്യ കുറച്ചിരിക്കുന്നു. അപ്പോൾ 1ൽ നിന്ന് ഒരു ഭിന്നസംഖ്യ കുറയ്ക്കുന്നതിന് നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക ഒരു ഭിന്നസംഖ്യ ആയിരിക്കും. അപ്പോൾ 1ൽ നിന്ന് 5-1 കുറയ്ക്കുന്നതിനായിട്ട് ഈ ഛേദമായ 5ൽ നിന്നും അംശമായ 1 കുറയ്ക്കുക. 5ൽ നിന്ന് 1 കുറച്ചാൽ 4. ഇത് അംശമായിട്ട് എഴുതുക. ഛേദമായിട്ട് ഈ ഇവിടെ തന്നിരിക്കുന്ന 5 തന്നെ, അതായത് 5ൽ 4 എന്ന് വരും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിത് ഓരോന്നും സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 1ൽ നിന്നും 5ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 5ൽ 4 കിട്ടും. 5ൽ 4 ഇൻറ്റു 1ൽ നിന്നും 6-1 കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഛേദമായ 6ൽ നിന്ന് അംശമായ 1 കുറയ്ക്കുന്നു. 6ൽ നിന്ന് 1 കുറച്ച് 5, അത് അംശമായിട്ട് എഴുതുന്നു. ഛേദമായിട്ട് 6 തന്നെ. അപ്പോൾ 6ൽ 5 എന്ന് വരും. ഗുണം 1ൽ നിന്ന് 7-1 കുറയ്ക്കാൻ 7ൽ നിന്ന് 1 കുറയ്ക്കുക. 7ൽ നിന്ന് 1 കുറച്ച് 6, 6 ഛേദമായിട്ട് 7. അപ്പോൾ ഈ രീതിയിലാണ് വരിക. 5ൽ 4 ഗുണം 6ൽ 5 ഗുണം 7ൽ 6 ഗുണം എക്സെട്ര ഗുണം 1ൽ നിന്ന് 100-1 കുറയ്ക്കാൻ 100ൽ 99 എന്ന് വരും. അതായത് 100ൽ നിന്ന് 1 കുറച്ചാൽ 99, 100ൽ 99. അപ്പോൾ ഇത് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. നോക്കുക, ഇവിടുത്തെ ഛേദവും ആദ്യത്തെ സംഖ്യയുടെ ഛേദവും രണ്ടാമത്തെ അംശവും സെയിം ആണ്. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5ഉം 5ഉം ക്യാൻസലാവും. 6ഉം 6ഉം ക്യാൻസലാവും. ഇവിടെ വരുന്ന 7ഉം ഇവിടെ ഒരു 7 ഉണ്ടാവും. അടുത്ത സംഖ്യ 8ൽ 7 ആയിരിക്കുമല്ലോ വരിക. 7ഉം 7ഉം ക്യാൻസലാവും. 8ഉം 8ഉം ക്യാൻസലാവും. അങ്ങനെ ഈ 99 വരെയുള്ള എല്ലാ സംഖ്യകളും ക്യാൻസലാവും. പോയിട്ട് ആദ്യത്തെ സംഖ്യയുടെ അംശമായ 4 അംശത്തിലും അവസാന സംഖ്യയുടെ ഛേദമായ 100 ഛേദത്തിലും ഉണ്ടാവും. അപ്പോൾ 100ൽ 4 എന്ന് വരും. 4ൻ്റെ 25 ഇരട്ടിയാണ് 100. അപ്പോൾ 4 കൊണ്ട്
അംശത്തിനെയും ഛേദത്തിനെയും ഹരിച്ചാൽ 1/25 അല്ലെങ്കിൽ 25 1 നമുക്ക് ഉത്തരം കിട്ടും. ശരി ഉത്തരം ഓപ്ഷൻ ബി 25 1. ഒരു ട്രെയിനിൻ്റെ വേഗത 35.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 40 മിനിറ്റിൽ ഈ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ ഒരു ട്രെയിനിൻ്റെ വേഗത നൽകിയിരിക്കുന്നത് 35.5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു സെക്കൻഡിൽ ഈ ട്രെയിൻ 35.5 മീറ്റർ സഞ്ചരിക്കും. നമുക്ക് 40 മിനിറ്റിൽ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഒരു മിനിറ്റിൽ ഈ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണല്ലോ. ഒരു സെക്കൻഡിൽ 35.5 മീറ്റർ സഞ്ചരിക്കുമെങ്കിൽ ഒരു 60 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം കാണാൻ 35.5നെ 60 കൊണ്ട് ഗുണിക്കുക. 300 നമുക്ക് ഡെസിമൽ പോയിന്റ് മാറ്റി നിർത്താം. 355നെ 60 കൊണ്ട് ഗുണിക്കണം. 355നെ 60 കൊണ്ട് ഗുണിക്കാനായിട്ട് 355നെ 6 കൊണ്ട് ഗുണിച്ചൊരു 0 ചേർത്താൽ മതി. അപ്പോൾ 355 ഗുണം 6 കാണുക. $2130 വരും. ഇനി 60 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ ഇത് 2130ൻ്റെ കൂടെ ഒരു 0 കൂടെ ചേർത്താൽ മതി. ഇനി ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. ആ ഡെസിമൽ പോയിന്റ് നമുക്ക് ഗുണനഫലത്തിൽ കൊടുക്കണം. അപ്പോൾ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് ഒരക്കം മാത്രമേ ഉള്ളൂ, ഗുണനഫലത്തിൽ ഒരക്കമേ ഉണ്ടാവുള്ളൂ. അതായത് 2130.0 എന്ന് വരും. അല്ലെങ്കിൽ 2130 മീറ്ററാണ് ഇത് ഒരു 60 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം. അതായത് ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് 2130 മീറ്റർ. ഇനി നമുക്ക് 40 മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് വേണ്ടത്. അപ്പോൾ ഒരു മിനിറ്റിൽ 2130 മീറ്റർ എങ്കിൽ 40 മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരം കാണാൻ 2130നെ 40 കൊണ്ട് ഗുണിക്കുക. ഇവിടെയും നമുക്ക് എളുപ്പമാർഗ്ഗമുണ്ട്. 213നെ 4 കൊണ്ട് ഗുണിക്കുക. പിന്നെ 2 പൂജ്യങ്ങൾ ചേർത്താൽ മതി. 213 ഗുണം 4 852 വരും. അപ്പോൾ 852ഉം 2 പൂജ്യം കൂടെ ചേർക്കുക. 85,200 മീറ്റർ. ഇനി നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കിലോമീറ്ററിലാണ്. അപ്പോൾ മീറ്ററിൽ തന്നിരിക്കുന്നതിനെ കിലോമീറ്റർ ആക്കണം. കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. 1000 കൊണ്ട് ഹരിക്കാനായിട്ട് 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ 85.2 കിലോമീറ്റർ എന്ന് കിട്ടും. 85.2 കിലോമീറ്റർ ദൂരമാണ്. ഇത് 40 മിനിറ്റ് സഞ്ചരിക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദീപിക പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ മകളുടെ അമ്മയുടെ സഹോദരനാണ്. ദീപികയ്ക്ക് ആ പുരുഷനുമായുള്ള ബന്ധമെന്ത്? ഇവിടെ ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദീപിക പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ മകളുടെ അമ്മയുടെ സഹോദരനാണ്. ദീപികയ്ക്ക് ആ പുരുഷനുമായുള്ള ബന്ധം കണ്ടുപിടിക്കണം. നമുക്ക് ഈ രണ്ടാം ഭാഗം നോക്കുക. എൻ്റെ മകളുടെ അമ്മയുടെ സഹോദരൻ. ദീപിക ഒരു സ്ത്രീയാണ്. അപ്പോൾ ദീപികയുടെ മകളുടെ അമ്മ എന്ന് പറയുന്നത് ദീപിക തന്നെയാണ്. അപ്പോൾ ദീപികയുടെ സഹോദരനാണ് ആ പുരുഷൻ്റെ മകൻ. അല്ലെങ്കിൽ ദീപികയുടെ സഹോദരൻ്റെ അച്ഛനാണ് ആ പുരുഷൻ. ദീപികയുടെ സഹോദരൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ദീപികയുടെ അച്ഛൻ തന്നെയാണ് ആ പുരുഷൻ. അപ്പോൾ ദീപിക ആ പുരുഷൻ്റെ മകളാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഡോട്ടർ. അടുത്ത പദം ഏത്? NVPS QYSV TBVY ഡാഷ്. അപ്പോൾ ഇവിടെ ഒരു അക്ഷരക്രമം നൽകിയിട്ടുണ്ട്. ഇതിൽ അടുത്ത പദം ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലെ എന്ത് മാറ്റമാണ് ഈ ഓരോ പദത്തിൽ നിന്നും അടുത്ത പദത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അക്ഷരമാല എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഇനി നോക്കുക. ആദ്യത്തെ അക്ഷരം എന്നിൽ നിന്ന് ക്യൂവിലെത്തി, അവിടെ നിന്ന് ടിയിലേക്കും. അപ്പോൾ എന്നിൽ നിന്ന് ക്യൂവിലേക്ക്, ക്യൂവിൽ നിന്ന് ടിയിലേക്ക് വന്നു. നോക്കുക, എൻ കഴിഞ്ഞ് മൂന്നാമത്തെ അക്ഷരമാണ് ക്യൂ. ക്യൂവിന് ശേഷമുള്ള മൂന്നാമത്തെ അക്ഷരമാണ് ടി. അപ്പോൾ അടുത്ത് വരേണ്ടത് ടിക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ അക്ഷരമാണ്. അതായത് ഡബ്ല്യുവിൽ വരണം. അപ്പോൾ ഡബ്ല്യുവിൽ തുടങ്ങുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. അതായത് ഓപ്ഷൻ എ ആയിരിക്കണം ഉത്തരം. നമുക്ക് രണ്ടാമത്തെ അക്ഷരത്തിനുള്ള മാറ്റം കൂടെ നോക്കാം. നോക്കുക, വി വൈയിലെത്തി, വിയിൽ നിന്ന് വൈയിൽ വന്നു. അവിടെയും മൂന്നാമത്തെ അക്ഷരത്തിലേക്കാണ് പോകുന്നത്. വൈയിൽ നിന്നും ബിയിലാണ് എത്തിയേക്കുന്നത്. അപ്പോൾ 1, 2, 3 അവിടെയും മൂന്നാമത്തെ അക്ഷരത്തിൽ വന്നു.
അപ്പോൾ ബിയിൽ നിന്നും അടുത്ത മൂന്നാമത്തെ അക്ഷരത്തിലേക്ക് പോവുക, അതായത് ഇ. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ഇ വരുന്നു. ഒന്നാമത്തെ ഡബ്ല്യു, രണ്ടാമത്തെ അക്ഷരം ഇയിൽ വരുന്നത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശരിയുത്തരം ഓപ്ഷൻ എ, WEYB. ഇന്ന് ചൊവ്വാഴ്ച ആണെങ്കിൽ 68 ദിവസത്തിന് ശേഷം വരുന്ന ദിവസം ഏതായിരിക്കും? അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് നൽകിയിട്ടുണ്ട്. 68 ദിവസത്തിന് ശേഷം വരുന്ന ദിവസം ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 68നെ 7 കൊണ്ട് ഹരിക്കുക. 68നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 9 തവണ 9 7 63, കുറയ്ക്കുമ്പോൾ 5 ശിഷ്ടം കിട്ടും. ഈ ശിഷ്ടം 5 ആണ് വേണ്ടത്. ശിഷ്ടം 5 വരുന്നതുകൊണ്ട് ചൊവ്വാഴ്ചയോടുകൂടി 5 ദിവസം ചേർക്കുക. അപ്പോൾ ചൊവ്വാഴ്ചയോടുകൂടി 5 ദിവസം ചേർത്താൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അപ്പോൾ 5-ാം ദിവസം ഞായറാഴ്ചയായിരിക്കും. അതായത് 68 ദിവസത്തിന് ശേഷം വരുന്ന ദിവസം ഞായറാഴ്ചയാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. 0.46 ഗുണം 0.46 അധികം 2 ഗുണം 0.46 ഗുണം 0.54 അധികം 0.54 ഗുണം 0.54 ഡിവൈഡഡ് ബൈ 0.5 സമൻ ഡാഷ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, ഇത് മുഴുവൻ ഡെസിമൽ നമ്പേഴ്സാണ്. അപ്പോൾ ഗുണിച്ച് കൂട്ടി ഉത്തരം കണ്ടുപിടിക്കൽ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് മറ്റു മാർഗ്ഗങ്ങൾ ആലോചിക്കാം. നോക്കുക, ഇവിടെ 0.46 ഗുണം 0.46 ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിച്ചിരിക്കുകയാണ്. ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യയുടെ വർഗ്ഗമാണ് കിട്ടുക. അതായത് ഇതിനെ നമുക്ക് ചുരുക്കി 0.46 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 0.46 സ്ക്വയർ പ്ലസ്, ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, 2 ഗുണം 0.46 ഗുണം 0.54 എന്ന് വരും. പ്ലസ് ഇവിടെ 0.54 ഗുണം 0.54, അതായത് 0.54ൻ്റെ സ്ക്വയറാണിത്. 0.54ൻ്റെ വർഗ്ഗം സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.5 എന്ന് വരും. അപ്പോൾ അത് നോക്കുക, 0.46 സ്ക്വയർ പ്ലസ് 2 ഗുണം 0.46 ഗുണം 0.54 പ്ലസ് 0.54 സ്ക്വയർ. ഇത് എ സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ്. 0.46ന് എ എന്നും 0.54ന് ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇത് എ സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഈ എ സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് എ സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിന് പകരം 0.46 പ്ലസ് 0.54 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ ഇങ്ങനെയാവും: 0.46 പ്ലസ് 0.54 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.5 എന്നാവും. ഈ 0.46ഉം 0.54ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 1.00, അതായത് 1. അപ്പോൾ 1 സ്ക്വയർ ബൈ 0.5 എന്ന് വരും. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ 1/0.5. നമുക്ക് ഛേദത്തിലെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാൻ, ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് ഒരക്കമേ ഉള്ളൂ. അതുകൊണ്ട് 10 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കുക. അംശത്തിനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 എന്ന് വരും. ഛേദത്തിനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ഒഴിവാകും. അപ്പോൾ 5 എന്ന് വരും. 10/5 = 2. അപ്പോൾ ഉത്തരം 2 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ക്ലോക്കിൽ സമയം 12:40 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര ഡിഗ്രി? ഇവിടെ ക്ലോക്കിലെ സമയം 12:40 ആകുമ്പോൾ അതിൻ്റെ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ്. അങ്ങനെ 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള ഒരു സമയം നൽകുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന സമയത്തിലെ മിനിറ്റിനെ 11 കൊണ്ട് ഗുണിക്കുക. 11 × 40 440. ഇതിൻ്റെ പകുതി എടുക്കുക. ഇതിൻ്റെ പകുതി എടുക്കുമ്പോൾ 180-ൽ താഴെയാണെങ്കിൽ അത് നമുക്ക് കോണളവായിട്ട് എടുക്കാം. അപ്പോൾ 440ൻ്റെ പകുതി 440/2 220 എന്ന് വരും. 400ൻ്റെ പകുതി 200ഉം 40ൻ്റെ പകുതി 20ഉം 220 എന്ന് വരും. പക്ഷെ നമുക്ക് കിട്ടിയത് 180-ൽ കൂടിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് കുറഞ്ഞ കോണളവ് കണ്ടുപിടിക്കാനായിട്ട് 360-ൽ നിന്നും ഈ 220 കുറയ്ക്കുക. 360-ൽ നിന്ന് 220 കുറച്ച് കഴിഞ്ഞാൽ
140 എന്ന് കിട്ടും. അപ്പോൾ സൂചികൾക്കിടയിലെ കുറഞ്ഞ കോണളവ് 140 ഡിഗ്രിയാണ്. ശരിയുത്തരം ഓപ്ഷൻ സി 140 ഡിഗ്രി. നമുക്ക് ആദ്യം കിട്ടിയ 220 എന്നുള്ളത് നോക്കുക. 12:40 ആവുമ്പോൾ മിനിറ്റ് സൂചി 8-ന് നേരെയും മണിക്കൂർ സൂചി 12-നും 1-നും ഇടയ്ക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ 2 കോണുണ്ടാവും. ഇതൊരു വലിയ കോണും ഇതൊരു ചെറിയ കോണും. ഈ ചെറിയ കോണളവാണ് നമ്മൾ സൂചികൾക്കിടയിലെ കോണളവായിട്ട് സാധാരണ പറയുന്നത്. നമുക്ക് ആദ്യം കിട്ടിയ വലിയ 220 ഡിഗ്രി എന്നുള്ളത് ഈ പുറത്തെ വലിയ കോണാണ്. നമുക്ക് വേണ്ടത് ഈ അകത്തുള്ള അത് 140 എന്നും കിട്ടി. അപ്പോൾ 180-ൽ കൂടിയൊരു വാല്യൂ വരികയാണെങ്കിൽ 360-ൽ നിന്നും ആ കിട്ടുന്ന വാല്യൂ കുറച്ചാൽ നമുക്ക് ചെറിയ കോണളവ് കിട്ടും.